إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹസമ്പന്നരായ വിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ പ്രീതി ലഭിക്കുന്ന പരിശുദ്ധമായ ജീവിതം നയിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഉജ്ജ്വലമായ കലിമത്ത് തൗഹീദ് ജീവിതത്തിൽ അന്വർത്ഥമാക്കി ആ വാചകം മൊഴിഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. കാരുണ്യവാനായ റബ്ബു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് അവനിലേക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് അടുക്കുവാനും സ്വർഗപ്രവേശനം സാധ്യമാക്കുന്നതിനും പരിശുദ്ധ റമദാനിന് ശേഷം നിശ്ചയിച്ചു നൽകിയ ഏറ്റവും വലിയ സുവർണ അവസരമായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ ദുൽഹിജ്ജ 9 അറഫ ദിനത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല മായ്ച്ചു കളയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച അറഫ നോമ്പ് നോറ്റുകൊണ്ടാണ് നമ്മൾ അധികം ആളുകളും പള്ളിയിലെത്തിയിട്ടുള്ളത്. ഈ അറഫ നോമ്പ് അതിൻ്റെ മഹത്വം അറിഞ്ഞിട്ടും നോൽക്കാത്ത, അകാരണമായി ഈ നോമ്പെടുക്കാത്ത വല്ലവരും എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ നഷ്ടക്കാരികളാണെന്ന് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത്രയും മഹത്തരമായ നോമ്പാണ് അറഫ നോമ്പ്. പ്രാർത്ഥന നിർഭരമായ മനസ്സും
തേജസ്സാർന്ന ശരീരവുമായി അങ്ങകലെ മക്കയിൽ ലക്ഷക്കണക്കിന് ഹാജിമാർ ഇന്നലെ അറഫയിൽ സമ്മേളിച്ച് അവരുടെ ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ ഹാജിമാരുടെ എല്ലാം ഹജ്ജ് മക്ബൂറും മബ്റൂറുമായ ഹജ്ജായി അവരിൽ നിന്ന് സ്വീകരിക്കുകയും ആരോഗ്യത്തോടെയും ആഫിയത്തോടെയും എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായി നാട്ടിലേക്ക് സന്തോഷത്തോടുകൂടി തിരിച്ചെത്താനുള്ള സാഹചര്യം അവസരം അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ശരിയാം വിധം ഹജ്ജ് നിർവഹിക്കാനുള്ള മഹത്തായ ആ സൗഭാഗ്യം, ആ പരിശുദ്ധ മണ്ണ് സന്ദർശിക്കാനുള്ള ആ ഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അറഫ ദിവസം, ആ ദിവസത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അല്ലാഹു സുബ്ഹാനഹു തആല ചില പ്രത്യേകമായ ദിവസങ്ങളിൽ, സമയങ്ങളിൽ തൻ്റെ അടിമകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചില അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. പരിശുദ്ധ റമദാനിൽ ഈ ഒരു അവസ്ഥയുണ്ട്. ഈ ഹദീസിൽ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ അടിമകളെ മോചിപ്പിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതലായി അള്ളാഹു അടിമകളെ മോചിപ്പിക്കുന്നത് അറഫ ദിവസത്തിലാണ് എന്നാണ്. വഇന്നഹു ലയദ്നു, അറഫയിൽ സമ്മേളിച്ച ഹാജിമാരുമായി അല്ലാഹു സുബ്ഹാനഹു തആല അടുക്കും. സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, എന്നിട്ട് അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു തആല അഭിമാനത്തോടുകൂടി ഈ ഹാജിമാരുടെ വിഷയത്തിൽ അവരെക്കുറിച്ച് ഇങ്ങനെ സന്തോഷത്തോടു കൂടി പറയുമെന്നാണ്. ഫയഖൂൽ മാ അറാദ ഹൗലാ, ഈ എൻ്റെ അടിമകൾ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അഥവാ അവർ നല്ല ഉദ്ദേശത്തോടു കൂടി എൻ്റെ അടുക്കലേക്ക് എൻ്റെ പാപമോചനത്തിനായി, സ്വർഗത്തിനായി അവരിതാ വന്നിരിക്കുന്നു എന്ന അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് പറഞ്ഞ് അഭിമാനം കൊള്ളുമെന്ന് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഓരോ വിശ്വാസി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ഖൈറായ ഉത്തമമായ പ്രാർത്ഥന ഈ അറഫ ദിവസത്തിൽ നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ് എന്നാണ്. കൂട്ടത്തിൽ പറഞ്ഞു, വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും, പ്രവാചകൻ പറയാണ്, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഈ ഒരു ദിക്റാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, ഒരുപാട് വിഷമതകൾ ഉണ്ടാവും, ധാരാളം പരാതികൾ ഉണ്ടാവും, ആരോടും പറഞ്ഞാലും തീരാത്ത നിരവധി സങ്കടങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഇതൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാനുള്ള ഏറ്റവും നല്ല സുവർണ അവസരമാണ് ഈ അറഫ ദിവസം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പറയാനുള്ളതൊക്കെ റബ്ബിനോട് പറയാൻ ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ സമയം കണ്ടെത്തണമെന്നതാണ്. ഇത്രയും ഓഫറാകുന്ന സുവർണ അവസരങ്ങൾ അള്ളാഹു നൽകുമ്പോഴും അതെല്ലാം അറിഞ്ഞ് അശ്രദ്ധരായി, അലസന്മാരായി, മടിയന്മാരായി, ആരാധനകളിൽ ശ്രദ്ധയില്ലാത്തവരായി, തിരിച്ചറിവില്ലാത്ത, ബോധമില്ലാത്തവരായി ദുനിയാവിൻ്റെ ആളുകളായിട്ട് തന്നെ ഇങ്ങനെ കഴിഞ്ഞു പോകുക എന്നതല്ല ബുദ്ധിയുള്ള ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്നതാണ്. മറിച്ച് പ്രാർത്ഥനകൾ നിർവഹിക്കുക. അതോടൊപ്പം ഇവിടെ പറഞ്ഞതുപോലെ ധാരാളം ദിക്റുകൾ നമുക്ക് ചൊല്ലാനുണ്ട്. അതിൽ തന്നെ ഇപ്പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക, നമ്മളൊക്കെ പഠിച്ചതാണ്, എല്ലാവർക്കും കാണാതെ പഠിയുന്ന, എല്ലാവരും പഠിച്ചു കഴിഞ്ഞൊരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ധാരാളമായിട്ട് നമ്മൾ പ്രത്യേകിച്ചും ഈ ദിവസം പറയണമെന്നാണ്. അതിലൂടെ ധാരാളം നമുക്ക് പ്രതിഫലം ലഭിക്കും, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ട് ഈ ഒരു അറഫ ദിവസത്തിൽ ഇനി നോമ്പെടുക്കാത്തതിനെ കുറിച്ച് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സമയം കഴിഞ്ഞ് നോമ്പെടുക്കാനുള്ള. അതിന് പുറമെയുള്ള ബാക്കിയുള്ള ധാരാളം നന്മകൾ നമ്മൾ ചെയ്യുക. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം, പ്രാർത്ഥനകൾ നിർവഹിക്കാം, രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട നിരവധി ദിക്റുകളുണ്ട്, അത് നമുക്ക് നിർവഹിക്കാം, മറ്റുള്ള ദാനധർമ്മങ്ങൾ നിർവഹിക്കാം. ഇങ്ങനെ പുണ്യകർമ്മങ്ങളാകുന്ന കഴിവിൻ്റെ പരമാവധി നന്മകൾ നേടിയെടുക്കാൻ ഈ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്നതാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അറഫ ദിവസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ അറഫ ദിവസത്തെക്കുറിച്ച് അല്പമെങ്കിലും മനസ്സിലാക്കിയ ഏതൊരു വിശ്വാസിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു രംഗമാണ്, ഒരു സംഭവമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അവസാനമായി നിർവഹിച്ച സാരസമ്പുഷ്ടവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണം വരെ അവൻ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ അടിസ്ഥാനപരമായ ധാരാളം കാര്യങ്ങൾ അല്പസമയം കൊണ്ട് പഠിപ്പിച്ച ഖുത്ബത്ത് ഹജ്ജത്തുൽ വദാ അല്ലെങ്കിൽ ഹജ്ജത്തുൽ വിദാ, ആ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് വിടവാങ്ങൽ പ്രസംഗമെന്ന് നാം വിശേഷിപ്പിക്കുന്ന ആ പ്രവാചകന്റെ ഏറ്റവും അവസാനത്തെ ആ പ്രസംഗത്തിൽ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർക്കാതെ നമുക്ക് ഈ അറഫ ദിവസം കഴിച്ചുകൂട്ടുക പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ അറഫ ദിവസത്തിലെ ഖുതുബ വളരെ വികാരനിർഭരവും സ്വഹാബത്തിനെ കരയിപ്പിച്ച വല്ലാത്ത ഒരു സങ്കടാകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നുപോയ ഒരു ഖുതുബയാണ്. കാരണം ആ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ സ്വന്തം ജീവനേക്കാളും സ്വന്തം കുടുംബത്തെക്കാളും എല്ലാവരേക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ച, നാട്ടിലും വീട്ടിലും അങ്ങാടിയിലും പള്ളിയിലും സമരങ്ങളിലും സന്ധികളിലും യാത്രയിലും വിശ്രമത്തിലും ഊണിലും ഉറക്കത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും നടത്തത്തിലും എല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്ന് പ്രവാചകനെ ഒരു നേരം കണ്ടില്ലെങ്കിൽ പോലും സങ്കടപ്പെടുമാറ് പ്രവാചകനെ സ്നേഹിച്ച ആ സ്വഹാബത്തിനോട് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറഫ ദിവസത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി ഉബയ്യിനു ലക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്നത് സ്വഹാബത്തിനോടാണ്. തൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് സ്വഹാബത്താണ്. എന്നിട്ട് പോലും പ്രവാചകൻ അവിടെ ഉപയോഗിച്ച പദം അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്നാണ്. മുഴുവൻ ജനങ്ങളെയും പ്രവാചകൻ പരിഗണിച്ചുകൊണ്ടാണ് അഭിസംബോധന നടത്തുന്നത്. അത്രത്തോളം ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്മഉ മിന്നി ഉബയ്യിനു ലക്കും, എന്നിൽ നിന്ന് നിങ്ങൾ ഇത് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു തരാം. എന്നിട്ട് പറഞ്ഞു ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. സ്വഹാബത്തെ, ഈ വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങളുടെ കൂടെ ഇതുപോലെ സംസാരിക്കാൻ, ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ കൂടെ ഒരുമിച്ചിരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപക്ഷെ അടുത്ത വർഷം മണ്ണിലായിരിക്കാം, ഞാൻ മരിച്ചു പോകും, ഇതിൻ്റെ അവസാനത്തെ അവസരമായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെയും വളരെ ശ്രദ്ധിച്ച് പഠിക്കണേ എന്ന് സ്വഹാബത്തിനോട് പറയുമ്പോൾ ആ സ്വഹാബത്തിൻ്റെയൊക്കെ ഒരു മാനസിക നില എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അള്ളാഹിൻ്റെ റസൂൽ ഇല്ലാത്ത ഒരു ലോകം, പ്രവാചകൻ ഇല്ലാത്ത ഒരു ജീവിതം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും പ്രയാസകരമായിരുന്നു. അങ്ങനെയുള്ള സ്വഹാബത്തിനോട് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു. അവരത് ഉൾക്കൊണ്ടു. സ്വഹാബത്തിൻ്റെ കണ്ണുകൾ നിറയുകയായിരുന്നു ഈ വാചകങ്ങൾ കേട്ടുകൊണ്ട്. അങ്ങനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചില അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. അത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായ ചിലത് മാത്രം ശ്രദ്ധയിൽപ്പെടുത്താം. പ്രവാചകൻ പറഞ്ഞു, തീർച്ചയായും നിങ്ങളുടെ രക്തവും ധനവും അഭിമാനവും എല്ലാം അത് വളരെ പവിത്രമാണ്. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈ പറഞ്ഞ നിങ്ങളുടെ രക്തം ചീന്തുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഒരാൾ മറ്റുള്ളവന്റെ സമ്പത്തിനെ അന്യായമായി കവർന്നെടുക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകാൻ പാടില്ല എന്നവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു പ്രവാചകൻ. അത് പറയുമ്പോൾ അവർ അഭിസംബോധന ചെയ്തത് ഇങ്ങനെയാണ്: അയ്യു യൗമിൻ ഹാദാ, സ്വഹാബത്തെ ഇത് ഏത് ദിവസമാണ്? അയ്യു ഷഹ്രിൻ ഹാദാ, ഇത് ഏത് മാസമാണ്?
എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് അത് സ്വഹാബത്തിനെ കൊണ്ട് പറയിപ്പിച്ചതിന് ശേഷം പറഞ്ഞു, ഈ ദിവസവും ഈ പറഞ്ഞ മാസവും ഇതെല്ലാം പവിത്രമായതുപോലെ ഈ അറഫ ദിവസവും ഈ ഒരു മാസവും എല്ലാം ദുൽഹിജ്ജ മാസവും എല്ലാം എത്രമാത്രം പവിത്രമാണോ, അതുപോലെ തന്നെ അയ്യു ബലദിൻ ഹാദ, ഇതേത് നാടാണ്, മക്ക എന്ന് പറയുന്ന പവിത്രമാക്കപ്പെട്ട നാടാണ്. ഇതിനൊക്കെയുള്ള പവിത്രത പോലെ തന്നെ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഫഇന്ന ദിമാഅകും വ അംവാലകും വ അഅറാദകും, തീർച്ചയായും നിങ്ങളുടെ രക്തം, അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്ത്, ധനം, നിങ്ങളുടെ അഭിമാനം, ഇതെല്ലാം ഹറാമുൻ അലൈക്കും, ഒരിക്കലും അന്യായമായി അത് കവർന്നെടുക്കുന്ന കയ്യാളുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകാൻ പാടില്ല. അത് പരസ്പരം സംരക്ഷിക്കപ്പെടേണ്ടതാകുന്നു. ഏതുപോലെ കഹുർമത്തി യൗമിക്കും ഹാദ, ഈ പറഞ്ഞ ദിവസങ്ങളുടെയും മാസങ്ങളുടെയൊക്കെയും മഹത്വം പോലെ, പവിത്രത പോലെ ഇതെല്ലാം പവിത്രമാക്കേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള ധാരാളം കണക്കിന് ആളുകൾ തൻ്റെ മുസ്ലിം സഹോദരനെ വഞ്ചിക്കുന്ന കാര്യത്തിൽ അവനക്ക് യാതൊരു പ്രയാസവുമില്ല, യാതൊരു സങ്കടവുമില്ല. നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ തൻ്റെ സ്വന്തം മുസ്ലിം സഹോദരനെ, തൻ്റെ കുടുംബത്തിലുള്ളവനും അതുപോലെ തന്നെ തൻ്റെ ആദർശത്തിലുള്ളവനുമായിട്ടുള്ള തൻ്റെ മുസ്ലിം സഹോദരനെയും അല്ലാത്തവരെയും നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന, അവരുടെ സമ്പത്തിന് അന്യായമായി കവർന്നെടുക്കുന്ന, ചെറിയ ഒരു പ്രശ്നം വരുമ്പോഴേക്കും ഒരു പക്ഷെ കൊലപാതകം വരെ നടത്താൻ തുനിയുന്ന, അത്രത്തോളം ഈ പറഞ്ഞ രക്തത്തിനോ അഭിമാനത്തിനോ സമ്പത്തിനോ യാതൊരു പവിത്രതയും കൽപ്പിക്കാതെ മുസ്ലിമീങ്ങൾക്കിടയിൽ ആ രൂപത്തിൽ പരസ്പരം വിദ്വേഷത്തോടു കൂടി ജീവിക്കുന്ന ഒരവസ്ഥ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹിന്റെ റസൂലിന്റെ വല്ലാത്ത ഒരു വസിയത്താണിത്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നാണ്. ഒരിക്കലും അത് ചെയ്യരുത്, അത് സംരക്ഷിക്കണമെന്നാണ്. ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് മറ്റൊരു മുസ്ലിമിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു വാചകം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഒരു മുസ്ലിമിന്റെ സമ്പത്തിന് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ കോട്ടം തട്ടുന്ന ഒരു ഇടപെടൽ മറ്റൊരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല എന്നാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചതുപോലെ അൽ മുഅ്മിൻ ലിൽ മുഅ്മിൻ കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണെന്ന വല്ലാത്ത മനോഹരമായ ഉദാഹരണമാണ് പ്രവാചകൻ പഠിപ്പിച്ചു വെച്ചത്. കെട്ടിടത്തിൽ ഒന്ന് മറ്റൊന്നിന് ശക്തി പകരുന്നത് പോലെ, ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് പോലെ വിശ്വാസികൾ പരസ്പരം ചേർന്ന് ഒരു മനസ്സോടെ കഴിയണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? ദുനിയാവിന്റെ കാരണങ്ങൾ പറഞ്ഞവരെ ആ രൂപത്തിൽ പിണങ്ങി നിൽക്കുന്ന, മനസ്സിൽ വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ഒക്കെ ആ ഒരു പാറക്കെട്ടുകൾ പോലെയുള്ള ആ അത്തരം സ്വഭാവങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഇതൊക്കെ പാടില്ല, ഒഴിവാക്കണമെന്ന് പ്രവാചകൻ ആദ്യമായി സ്വഹാബത്തിനോടും അതിലൂടെ നമ്മൾ ഓരോരുത്തരോടും ലോകത്തോട് പ്രവാചകൻ പഠിപ്പിച്ചു. പിന്നീട് രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തിൽ പഠിപ്പിച്ച ഒരു വിഷയം, ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ധാരാളക്കണക്കിന് അവിടെ നടന്നിരുന്ന ഒരുപാട് തിന്മകൾ, അന്യായങ്ങൾ, അതെല്ലാം ഒഴിവാക്കണം. ഇതെല്ലാം നിങ്ങൾക്കിതാ ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. അതിലേറ്റവും സുപ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത് പലിശയുടെ വിഷയമാണ്. പ്രവാചകൻ പറഞ്ഞു, പലിശയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ എടുത്തു പറഞ്ഞു, ഇന്ന കുല്ല റിബൻ മൗദൂഉൻ, അറിയണേ തീർച്ചയായും എല്ലാ പലിശയും, പലിശക്ക് പല ഇനങ്ങളുണ്ട്, പല തരത്തിലുള്ള പലിശയുണ്ട്, പ്രത്യക്ഷവും പരോക്ഷവുമായ പലിശയുണ്ട്. എല്ലാ പലിശയും ഇതാ നിങ്ങൾക്ക് ഞാൻ ദുർബലമാക്കിയിരിക്കുന്നു. വലക്കും റുഊസു അംവാലിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനം മാത്രമാണ് സ്വീകരിക്കാൻ അനുവാദമുള്ളൂ, പലിശകൾ സ്വീകരിക്കാൻ പാടില്ല. ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ, നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല, ആക്രമിക്കപ്പെടാനും പാടില്ല. ഖലല്ലാഹു അല്ലാ റിബ, അല്ലാഹു പലിശ പാടില്ല എന്നാണ് വിധിച്ചിട്ടുള്ളത്. വഇന്ന റിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് മൗദൂഉൻ കുല്ലു, എന്നിട്ട് അവിടുന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു, എൻ്റെ പിതൃവനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന് കിട്ടേണ്ടുന്ന എല്ലാ പലിശയും അത് കൊടുക്കേണ്ടതില്ല, അത് ഞാനിതാ ദുർബലമാക്കിയിരിക്കുന്നു. ഇനി എൻ്റെ പിതൃവ്യനാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പലിശ കൊടുക്കുക, ആ പരിപാടിയില്ല. എല്ലാവർക്കും പലിശ ഇതാ ഞാൻ ദുർബലമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ് ഈ വിഷയത്തിൽ? പലിശ വാങ്ങുകയും പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെയൊക്കെ ഒരു നിലപാട് എന്താണ്? ഇന്ന് പല ആളുകൾക്കും പലിശ വാങ്ങുന്നത്, പലിശ തിന്നുന്നത്, പലിശയിലൂടെ ഇടപാട് നടത്തുന്നത് അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമായിട്ടാണ് മാറിയിട്ടുള്ളത്.
ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയാത്തതുപോലെ പലിശയിൽ അടിസ്ഥിതമായ ജീവിതം നയിക്കാതെ ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ഒരു രൂപത്തിലാണ് പലിശയുമായിട്ട് ഏർപ്പെടുന്നത്. പലിശക്ക് വാഹനം മേടിക്കും, പലിശക്ക് വീട് വെക്കും, എല്ലാ തൻ്റെ ഇടപാടും പലിശയിലൂടെ കഴിച്ചു കൂട്ടുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത്യാവശ്യമായ സമ്പത്തുണ്ടായിട്ട് പോലും സമ്പന്നരായ ആളുകൾ വരെ പലിശക്ക് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുമ്പോൾ ഒരു ന്യായമുണ്ട്, ഇതൊക്കെ ആരാ ശ്രദ്ധിക്കുക, ഇന്നൊക്കെ പലിശ വാങ്ങാതെ ആരാ ജീവിക്കുക, സംഗതിയൊക്കെ ഹറാം തന്നെയാണ്, പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഇന്നിപ്പോൾ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും ഗൗരവത്തിൽ ഇസ്ലാം പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ അർരിബ സലാസത്തും വസബഊന ബാബ, പലിശക്ക് 73 കവാടമുണ്ട്. ഐസറുഹ, അതിലേറ്റവും നിസ്സാരമായ കവാടം ഏതാ? മിസ്ല അൻ യൻകിഹ റജുലു ഉമ്മഹു, നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറേണ്ട ഹദീസാണ്. പലിശയുടെ 73 ഇനങ്ങളിൽ ഏറ്റവും നിസ്സാരമായത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവമാണ് പലിശയുടെ വിഷയം. ഇന്നത്തെ കച്ചവടക്കാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? പലിശയിലൂടെ ഇടപാട് നടക്കാത്ത ഒരു ദിവസം പോലും ഇന്ന് അധിക കച്ചവടക്കാർക്കും കഴിഞ്ഞു പോകുന്നില്ല എന്നതാണ്. അതിൻ്റെ ആ ഒരു ഗൗരവം ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാത്തത് കൊണ്ടാണ്. പലിശ വാങ്ങുകയും പലിശ തിന്നുകയും പലിശ ഇടപാട് നടത്തുകയും ചെയ്യുന്നവരുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അത്രയും ഗൗരവമുള്ള ഒരു തിന്മയാണ് പലിശ. വൻഭാപത്തിന്റെ കൂട്ടത്തിലാണ് പ്രവാചകൻ എണ്ണിയിട്ടുള്ളത്. സബ്ഉൽ മൂബിഖാത്ത്, 7 വൻഭാപങ്ങൾ പറഞ്ഞെടുത്ത് പലിശയെ എണ്ണി പറഞ്ഞു. പലിശ എന്ന് പറയുമ്പോൾ പലിശ വാങ്ങിയവനും അത് കൊടുത്തവനും അതിനു വേണ്ടി ഒപ്പിട്ടവനും അതിനു വേണ്ടി സംസാരിക്കാൻ നിന്നവനും അവിടെ സാക്ഷിയായവനും എല്ലാവരും അതിൽ പെട്ടുന്നാണ്. കുല്ലു സവ, അതിന്റെ ശിക്ഷയിൽ എല്ലാവരും തുല്യമാണ്. ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റൂല എന്നാണ്. അതുമായിട്ടൊരു അല്പം പോലും നമ്മൾ അവിടെ നമ്മുടെ സാന്നിധ്യം തെളിയിക്കാനോ നമ്മൾ അതിന് അനുവാദം കൊടുക്കാനോ കൂട്ടുനിൽക്കാനോ പാടില്ല എന്നാണ്. അത്രയും ഗൗരവത്തിലാണ് പലിശയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കണം. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ നേരെ പലിശക്ക് വാങ്ങുന്ന, ബാങ്കിൽ നിന്ന് പലിശ എടുക്കുന്ന, ലോൺ എടുത്ത് പലിശ കൊടുത്ത് അവസാനം ജീവിതം വഴിമുട്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ വല്ലാത്ത പ്രയാസത്തിലൂടെ ജീവിതത്തെ തള്ളി നീക്കേണ്ടുന്ന ഗതികേടിലേക്ക് വരും. അപ്പം ചിലപ്പോൾ വീട്ടിൽ ചില ആളുകളൊക്കെ പറയും, ശരി തന്നെയാണ്, വെറുതെയാണ് ഇതൊക്കെ ചെയ്ത്, ഇസ്ലാം വെറുതെ അല്ല ഇതൊക്കെ നിഷിദ്ധമാക്കുന്ന. അപ്പം ചിലപ്പോൾ ചിലർ പറയും, ആ പലിശ എടുക്കുന്ന സമയത്ത് പറയും, ഇതൊക്കെ ആരാ ശ്രദ്ധിക്കുക. എല്ലാം കഴിഞ്ഞ് അവസാനം കുടുങ്ങുന്ന സമയത്ത് ചിലപ്പോൾ പറയും, വെറുതെ അല്ല അള്ളാഹ് നിഷിദ്ധമാക്കിയത്, എന്തൊരു പ്രയാസമാണ് വെറുതെ ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഖേദിക്കുന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പലിശയാകുന്ന വിഷയം വളരെ വിശാലമായൊരു വിഷയമാണ്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അത്തരം ഇടപാടുകളിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കണം. നമ്മുടെ പരലോകമായി ബന്ധപ്പെട്ട വിഷയമാണ്, നിസ്സാര കാര്യമല്ല. ഏതെങ്കിലും മറ്റൊരു തിന്മകൾ ചെയ്യുന്ന പോലത്തെ വിഷയമല്ല, മറിച്ച് വളരെ ഗൗരവമാണ്. എല്ലാ കർമ്മങ്ങളും ചിലപ്പോൾ അതിലൂടെ പൊളിഞ്ഞ് പാളീസാവും. പടച്ചോൻ്റെ അടുക്കൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല, ഒരു പരിഗണന ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവസാനം വട്ടപൂജ്യമായിട്ട് ദുനിയാവുന്ന ചിലപ്പോൾ പോകേണ്ടി വരും. അത്രയും വലിയ അപകടമാണ് പലിശ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയം ഗൗരവത്തിലൂടെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ വീണ്ടും തുടർന്ന് പറഞ്ഞു, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ്. ഫലാ യഹില്ലു ലിംറിഇൻ മാലു അഖീഹി ഇല്ലാ മാ അഅതാഹു അൻ തീബി നഫ്സി മിൻഹു ഫലാ തദ്ലിമു അൻഫുസകും. അതുകൊണ്ട് ഒരിക്കലും വിശ്വാസികൾക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുത്തൻ്റെ സമ്പത്ത് മറ്റുള്ളവൻ അന്യായമായി അവൻ്റെ സംതൃപ്തിയോടുകൂടി അല്ലാതെ അവൻ്റെ ഒന്നും തന്നെ മറ്റൊരു വിശ്വാസി കവർന്നെടുക്കാൻ പാടില്ല. അക്രമങ്ങൾ പരസ്പരം ചെയ്യാൻ പാടില്ല. നിങ്ങൾ പരസ്പരം ആദർശ സഹോദരന്മാരാണ്. ഒരേ മനസ്സോടെ സ്വന്തം സഹോദരനെ പോലെ കഴിയണമെന്നാണ് വിശ്വാസികളോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ പ്രവാചകൻ ഇവിടെ നിന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ മറ്റൊരു വിഷയമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം. ഇന്ന് സ്ത്രീകളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ ലഭിക്കാതെ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ പല കാരണങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ ആ ഒരു അവസരത്തിൽ പറയാൻ സമയം കണ്ടെത്തി എന്നുള്ളത് സ്ത്രീകൾക്ക് ഇസ്ലാം എത്രത്തോളം സ്ഥാനം കൊടുക്കുന്നുണ്ട്, സ്ത്രീകളുടെ വിഷയത്തിൽ എത്രത്തോളം ഇസ്ലാം ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഇന്ന് പലപ്പോഴും സ്ത്രീകളുടെ വിഷയം പറഞ്ഞിട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത മതമാണ്, സ്ത്രീകളുടെ അവകാശങ്ങളെ നശിപ്പിക്കുന്ന മതമാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നവർക്ക് ഇത്തരം സംഭവങ്ങൾ
വലിയ തിരിച്ചടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങളെ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാർ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പേരിൽ നിങ്ങൾ ഏറ്റെടുത്ത അല്ലാഹുവിന്റെ അമാനത്താകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അല്ലാഹുവിന്റെ കലിമത്തിലൂടെയാണ് അവരുടെ ഗുഹ്യഭാഗങ്ങൾ നിങ്ങൾക്ക് അനുവദനീയമായി കിട്ടിയത്. വലക്കും അലൈഹിന്ന ഹഖ്കുൻ വലഹുന്ന അലൈക്കും ഹഖ്കുൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അവകാശങ്ങളുണ്ട്. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും ഭർത്താക്കന്മാർക്ക് ഭാര്യയോടും എല്ലാം അവകാശമുണ്ട്. വമിൻ ഹഖ്ഖിക്കും, നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന അവകാശം എന്താണ്? അല്ലാ യുഅ്തിയന്ന ഫുറുശകും മൻ തക്റഹുഹുന്ന, നിങ്ങൾ വെറുക്കുന്ന ആരെയും നിങ്ങളുടെ വിരിപ്പിലേക്ക് അവൾ പ്രവേശിപ്പിക്കാൻ പാടുള്ളതല്ല. എന്നിട്ട് പറഞ്ഞു, വലാ യഅസീനകും, നിങ്ങളെ ഫീ മഅറൂഫിൻ, ഒരു നന്മ പറഞ്ഞാൽ അതിൽ നിങ്ങളെ ധിക്കരിക്കാൻ പാടില്ല. ഫൈദാ ഫഅൽന, അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളോട് ഫലഹുന്ന റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, അവരുടെ ഉപജീവനം, അവരുടെ ഭക്ഷണവും അതുപോലെ തന്നെ അവരുടെ വസ്ത്രവും എല്ലാം നിങ്ങൾ നല്ല രൂപത്തിൽ അവർക്ക് കൊടുക്കണം. അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. സ്ത്രീകളോട് മോശമായി പെരുമാറരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി അവിടെ നിന്ന് പറഞ്ഞു വെക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ്, ധാരാളം കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹജ്ജത്തുൽ വിദാഇന്റെ ഒരു വിടവാങ്ങൽ പ്രസംഗത്തിൽ അവിടെ നിന്ന് പറഞ്ഞത്. അതിൽ ചിലത് മാത്രമാണ് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്റെ ഇത്തരം അധ്യാപനങ്ങളെ ജീവിതത്തിൽ യഥാവിധി നടപ്പിലാക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നാളെ നമ്മൾ ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അവസരമാണ്, സൗഭാഗ്യമാണ് പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളത്. ആ പെരുന്നാൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ, ആ പെരുന്നാളിൻ്റെ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അല്പമായിട്ടൊന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പെരുന്നാളിൻ്റെ സമയം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ കൃത്യം 7:15 ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നിസ്കാരം ഉണ്ടാവുക. അപ്പോൾ വീട്ടിൽ നിന്ന് കുടുംബസമേതം എല്ലാവരും നേരത്തെ തന്നെ നിസ്കാരത്തിന് മുമ്പായി തന്നെ ഒരുമിച്ച് എത്തുന്ന ഒരവസ്ഥ ഉണ്ടാവണം. ആ രൂപത്തിൽ എല്ലാവരും ഒന്ന് ഒരുങ്ങണമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നാമത്തെ കാര്യം, കുളിച്ച് നല്ല രൂപത്തിൽ, പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഒരു കുളിയാണ് എന്ന നല്ലൊരു നിയത്തോടു കൂടി തന്നെ, സാധാരണ കുളിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി അശ്രദ്ധരായി കുളിക്കാതെ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള കുളിയാണ് എന്ന നിയത്തോടു കൂടി നമ്മൾ നല്ല രൂപത്തിൽ ശരീരം പൂർണ്ണമായും വെള്ളം കൊള്ളുന്ന രൂപത്തിൽ കുളിച്ച് വൃത്തിയായിട്ടാണ്, സുഗന്ധമൊക്കെ പൂശി ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് നല്ല വൃത്തിയായിക്കൊണ്ട് പള്ളിയിലേക്ക് എത്തുക എന്നതാണ്, മുസല്ലയിലേക്ക് എത്തുക എന്നതാണ് ഒന്നാമതായും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. രണ്ടാമത്തേത്, പ്രവാചകന്റെ ചര്യ എന്ന് പറഞ്ഞാൽ ഈദുൽ ഫിത്റാണെങ്കിൽ, ചെറിയ പെരുന്നാളാണെങ്കിൽ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന്, മുസല്ലയിലേക്ക് വരുന്നതിന് മുമ്പാണ് എന്തെങ്കിലും കഴിക്കുക, ഒറ്റയായിക്കൊണ്ട് വിത്റായിക്കൊണ്ട് കാരക്കയോ മറ്റോ കഴിക്കുക. എന്നാൽ ഈദുൽ അദ്ഹയാണെങ്കിൽ, ബലി പെരുന്നാളാണെങ്കിൽ, ബലി അറക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ആ ബലി അറവിൽ നിന്ന് ഭക്ഷിക്കലാണ് കൂടുതൽ ഉത്തമം എന്നതുകൊണ്ട് തന്നെ നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പ്രവാചകൻ എന്തെങ്കിലും ഈ ഉദുഹിയത്തിൽ നിന്ന് ഭക്ഷിക്കാറുണ്ടായിരുന്നത് എന്നാണ്. ഈദുൽ ഫിത്റിൽ മുസല്ലിലേക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷിക്കും. ഈദുൽ അദ്ഹയാണെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയതിന് ശേഷമാണ് ആ ഉദുഹിയത്തിൻ്റെ മാംസത്തിൽ നിന്നാണ് ആദ്യമായി പ്രവാചകൻ ഭക്ഷിക്കാറുണ്ടായിരുന്നത് എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ബലി പെരുന്നാളിൽ നമ്മൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അത് തന്നെ നമ്മൾ ഉദുഹിയത്തിൽ നിന്നുള്ള മാംസമാണ് എങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ ഉദുഹിയത്ത് അറക്കാൻ കഴിഞ്ഞ് ഉദുഹിയത്തിൽ നിന്നാണ് ആദ്യമായിട്ട് നമുക്ക് കഴിക്കാൻ കഴിയുന്നതെങ്കിൽ അത്രയും നല്ലത് എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്താണ് വഴി മാറി സഞ്ചരിക്കുക എന്നത്. പോകുമ്പോൾ ഒരു വഴി സ്വീകരിക്കുക, തിരിച്ചു
വരുമ്പോൾ ഒരു വഴി സ്വീകരിക്കുക, തിരിച്ചു പോകുമ്പോൾ മറ്റൊരു വഴി സ്വീകരിക്കുക. ഇങ്ങനെ നമുക്ക് ധാരാളം വഴികളുണ്ട്, നമുക്ക് എല്ലാവർക്കും സൗകര്യമാണ്, പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല. ഒന്ന് ചിന്തിച്ചാൽ ഒന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. അപ്പോൾ കുറച്ച് ദൂരെയാണെങ്കിൽ 1 കിലോമീറ്റർ, ഇപ്പോൾ വാഹനത്തിൽ വരുന്ന ആളാണെങ്കിൽ 1 കിലോമീറ്റർ ദൂരെയാണെങ്കിൽ കുഴപ്പമില്ല, 2 വഴി സ്വീകരിക്കുക എന്നുള്ളത് പ്രവാചകൻ്റെ സുന്നത്താണ്. അപ്പോൾ ഇത്തരം സുന്നത്തുകളൊക്കെ ഈ പെരുന്നാളിൻ്റെ ദിവസത്തിൽ മറക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി കാൽനടയായിട്ട് വരുന്ന ആളുകളാണെങ്കിലും വാഹനത്തിൽ വരുന്ന ആളാണെങ്കിലും ആരാണെങ്കിലും പോകുമ്പോൾ ഒരു വഴി, വരുമ്പോൾ ഒരു വഴി, പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ മറ്റൊരു വഴി, ഇത് സ്വീകരിച്ചുകൊണ്ട് ഈ സുന്നത്തിനെ നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തക്ബീറുകൾ ധാരാളമായി നിർവഹിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും സംഭവിക്കുന്നത് പള്ളിയിൽ എത്തിയാൽ മാത്രം ചിലപ്പോൾ കുറച്ച് തക്ബീറൊക്കെ ഇങ്ങനെ ചൊല്ലും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല. ഈ തക്ബീർ എന്ന് പറയുന്നത് കേവലം പള്ളിയിൽ ഇങ്ങനെ എത്തിയിട്ട് ഇരിക്കുന്ന ആ പെരുന്നാൾ നിസ്കാരത്തിന് തൊട്ട് മുമ്പ് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ചൊല്ലുന്ന ആ സമയത്ത് മാത്രമുള്ളതല്ല. മറിച്ച് നമുക്ക് വീട്ടിൽ വരുന്ന സമയത്ത്, പെരുന്നാൾ നിസ്കാരത്തിനായിട്ട് വരുന്ന സമയത്തും തക്ബീറുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് വരണം എന്നതാണ്. ധാരാളമായി തക്ബീറുകൾ നമ്മൾ നിർവഹിക്കണം എന്നുള്ളതാണ്. ഈ ദുൽഹിജ്ജയിലെ ഈ ഒരു അവസരത്തിലെ തക്ബീർ എന്ന് പറഞ്ഞാൽ ഇത് അയ്യാമു തശ്രീഖിൻ്റെ ദിവസം വരെ ഉണ്ട് എന്നതാണ്. പെരുന്നാളും കഴിഞ്ഞ് പിന്നെയുള്ള 3 ദിവസങ്ങളുണ്ട്. അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസങ്ങൾ, 11, 12, 13 ആയിട്ട് 3 ദിവസങ്ങളുണ്ടല്ലോ. ആ ദിവസത്തിൻ്റെ അവസാനത്തെ മഗ്രിബ് വരെ നമുക്ക് ഈ തക്ബീറുകൾ ചൊല്ലാമെന്നതാണ്. അപ്പോൾ നമ്മൾ തക്ബീറുകൾ അതോടെ അവസാനിപ്പിക്കാതെ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക, വീട്ടിലായാലും നമ്മുടെ യാത്രയിലായാലും പള്ളിയിലായാലും എവിടെയായാലും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് നമ്മളൊക്കെ പഠിച്ച ഈ തക്ബീറുകൾ ധാരാളമായി നിർവഹിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉളുഹിയത്തിന് ചേർന്ന ആളുകൾ, ഷെയർ കൊടുത്ത ആളുകൾ, ആ ഉളുഹിയത്തിൻ്റെ വിഷയത്തിൽ അവരുടെ ഒരു സാന്നിധ്യം തെളിയിക്കാൻ എന്താണ്, പൈസ കൊടുത്തിട്ട് അവർ ഒരു ഭാഗത്തുണ്ടാവില്ല, അവർ പരിസരത്തുണ്ടാവില്ല, അതൊരു ശരിയായ രീതിയല്ല എന്നതാണ്. മറിച്ച് നമ്മുടെ ആ ഒരു മൃഗം, ബലിമൃഗം, നമ്മൾ ഷെയർ കൊടുത്ത ആ ബലിമൃഗത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഇനി ന്യായമായ കാരണങ്ങളുണ്ടെങ്കിൽ പ്രശ്നമില്ല, അല്ല എങ്കിൽ നമുക്കവിടെ എത്തിപ്പെടാനും ആ അറവിൽ ചേരാനും അവിടെയൊക്കെ എല്ലാ അർത്ഥത്തിൽ നമുക്ക് സാന്നിധ്യം തെളിയിക്കാൻ പറ്റുന്നുവെങ്കിൽ അവിടെ നമ്മൾ ഉണ്ടാവണമെന്നതാണ് ഒരു ചര്യയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ രൂപത്തിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സജീവമായിട്ട് ഉണ്ടാവണം. ആ മാംസം നമ്മൾ അതിൽ നിന്ന് ഭക്ഷിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. ഈ രൂപത്തിലൊക്കെയും അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പെരുന്നാളിൻ്റെ സുന്നത്തുകളും മര്യാദകളൊക്കെ പാലിച്ച് വളരെ നല്ല രീതിയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പെരുന്നാളായി ഈ പെരുന്നാളിനെ മാറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹജാത്ത്. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.